എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ചെടികളും വൃക്ഷങ്ങളും ഉണ്ട്. വൃക്ഷങ്ങളോട് പോയിട്ട് ഞാൻ വർത്തമാനം പറയും എന്നുള്ളത് എന്നെ അടുത്തറിയുന്നവർക്കൊക്കെ അറിയാം. വർത്തമാനം പറയാൻ നമുക്ക് ഏറ്റവും നല്ലത് വൃക്ഷങ്ങളാണ്. അതിലും സെൻസിറ്റീവാണ് ചെടികൾ. ചെടികള്, വൃക്ഷങ്ങള്, പിന്നെ പക്ഷികൾ, മൃഗങ്ങൾക്കൊക്കെ നാം പറയുന്നത് മനസ്സിലാക്കുമല്ലോ. നമ്മൾ വർത്തമാനത്തിന്റെ ഇടയ്ക്ക് വളർത്തു പൂച്ചയെ പറ്റി ഒന്ന് പറയുമ്പോൾ ആ പൂച്ച ദൂരത്ത് എവിടെയെങ്കിലും അവിടുന്ന് മ്യാന്നൊരു ശബ്ദം ഉണ്ടാക്കും. നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന്. അനവധി ചെടികളിൽ പല ചെടികളെ കുറിച്ചും പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചെറുള, ഓരോന്ന് പറയുമ്പോഴും അത് ഏറ്റവും ഇഷ്ടം അതാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇന്നിഷ്ടം ചെറുള ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചെറുളയെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ചെടികളും ഒരു ദേവതയെ ആരാധിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു ദേവതയെ, എല്ലാ ചെടിയും, മനുഷ്യരും, അവരിപ്പോ അറിഞ്ഞിട്ടൊന്നല്ല. അവര് ഈ സംഭവം ഒന്നും അറിഞ്ഞിട്ട് എല്ലാവർക്കും പറഞ്ഞോളൊന്നൊന്നുമില്ല. പ്രതികാരം, അതൊരു ദേവതയാണ്. ആ ദേവതയെ അറിയാതെ ഉപാസിക്കുന്നവർക്ക് എപ്പോഴും എന്തിനേയും എതിർക്കണം. ജീവിതം മുഴുവൻ സമരം എന്നൊക്കെ ഇത് പറയും. അതൊരു ദേവത. അസൂയ, നെഗറ്റീവ്, അവര് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അയാൾ ഈ പറഞ്ഞൊക്കെ ആ ഗുണമൊന്നും അയാൾക്കില്ലാന്ന്. അയാൾ ചായ കുടിക്കരുത്, കാപ്പി കുടിക്കരുതെന്നൊക്കെ പറയും കേട്ടോ. അയാള് ഒരു ഫുൾ ബോട്ടിൽ ഒരു ദിവസം വേണമെന്നാ കേട്ടോ. കയ്യിന്നിട്ട് കാച്ചുക. ആ പറയുന്നവരൊരു ദേവതയെ ആരാധിക്കുന്നുണ്ട്. 33 കോടി ഭാവങ്ങൾ ഉണ്ട്. ഈ ഭാവങ്ങളിൽ ഒരു വ്യക്തിയോട് നമുക്ക് ചിലപ്പോ ഇഷ്ടം തോന്നാൻ കാരണം സർഗവാസനകൾ ഏതൊന്ന് പ്രകടിപ്പിക്കുമ്പോഴും അവിടെ സരസ്വതിയുടെ ഉപാസന ആവശ്യം വരും. ഉപാസന ആള് വേർക്ക് കേട്ടിട്ട് പിന്നെ സരസ്വതിന് കേട്ടോളന്നില്ല. നല്ല പോലെ സംഗീതം ആലപിക്കുമ്പോ ആ ആലപിക്കുന്ന വ്യക്തിയിൽ അവരറിയാതെ സരസ്വതി പ്രവാഹം ഉണ്ടാകുന്നുണ്ട്. നല്ല രചന, ആ സരസ്വതി പ്രവാഹം ഉണ്ടായത് കൊണ്ടാണ് അവര് പാട്ട് പാടുമ്പോ നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം. സംസാരത്തിൽ, നിത്യജീവിതത്തിലെ കോൺവെർസേഷൻ, നമ്മുടെ കുടുംബത്തിലെ പലരെയും നമുക്ക് ഇഷ്ടമാണ്. കാരണം എന്താ? അവരുടെ വാക്കോ വരിയോ അതന്നെയല്ലേ വേറെ ആളും പറയണത്. ചിലവരെ കണ്ടുകൂടാ, ഒരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മോടൊരു തെറ്റ് ചെയ്തിട്ടില്ല, കണ്ടുകൂടാ. കാരണം എന്താ? ഈ പ്രവാഹത്തിലേക്ക് വന്നില്ല. അവര് കുറ്റം പറയുക എന്നുള്ള ദേവത. എല്ലാ ചെടികളുടെയും ദേവത ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് പോലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരവിശ്വാസി ആയാലും മള്ള അല്ലെങ്കിലും മള്ളതൊന്നും ഇവിടെ ചോദ്യമല്ല. രാവിലെ എണീറ്റാൽ ദുർദേവതകളെ മനസ്സിൽ ധ്യാനിച്ചു നിൽക്കുന്നവരുണ്ട്. അവരുടെ പെരുമാറ്റവും രീതിയും അങ്ങനെയായിരിക്കും. അസൂയ ഒരു ദേവതയാണ്. അത് കുറെ എത്തുമ്പോ, വാർദ്ധക്യത്തിലൊക്കെ എത്തുമ്പോ
നമുക്ക് വല്ലാത്ത അവശതകൾ വരും. വല്ലാത്ത അവശതകൾ വരുമ്പോൾ 9 എന്ന അക്കം അടിച്ച ആണി ലൂസാവുമ്പോ അതിങ്ങോട്ട് വന്നാൽ പിന്നെ 6 മാറും. ഈ നെഗറ്റീവ് നമ്മളിൽ വരുമ്പോ അസൂയ കൊണ്ട് മുഖത്ത് ധാരാളം വരകളും പ്രശ്നങ്ങളും, കാരണം അതനുസരിച്ച് മുഖം വരുന്ന. ഇതിൽ ചെറുളയുടെ ദേവത, ആ ചെറുള അവിടെ നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇവർക്ക് ഒന്ന് കൂടുതൽ ദേവതകളെ അല്ല, ഒരു ദേവതയെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. അതിൽ ചെറുളയുടെ ദേവതയാണ് യമൻ. ഈ കാരണം കൊണ്ടാണ് മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ ചെറുള ഉപയോഗിക്കുന്നത്. കാരണം ഇവൻ ആ ദേവതയെ ആണല്ലോ പ്രാർത്ഥിക്കുന്നത്. യമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നതല്ല. നമ്മൾ വിചാരം യമൻ എന്ന് പറഞ്ഞാൽ മരണമാണ്, കാലനാണ്. കാലൻ എന്ന് പറഞ്ഞാൽ കാലം എന്നാണ്. യമനിയമാദികൾ നാം അനുഷ്ഠിക്കണം. നിയമം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ നിയമങ്ങളാണ് അധികവും. സമൂഹത്തിലെ നിയമങ്ങൾ അനുഷ്ഠിക്കണം. ചിലർ പറയാറില്ല, എന്റെ പേരിൽ ഒരു കേസുമില്ല, ഈ കൈകൾ പരിശുദ്ധമാണ് എന്നൊക്കെ പറയാറുണ്ട്. അത് നിയമം. യമം എന്ന് പറഞ്ഞാൽ ഈ വകുപ്പല്ല. അഹിംസ, സത്യം, അസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം, ഇതൊക്കെ അതിൽ വരും. അഹിംസ ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു പോലീസും പിടിക്കൊന്നുമില്ല. എന്നേക്കാ പാവപ്പെട്ട ജീവികളെയൊക്കെ ദ്രോഹിക്കുക, എല്ലാറ്റിനെയും തല്ലുപിടിക്കുക, ഒരു നായ അതിലെ പോകുന്നുണ്ടെങ്കിൽ കല്ലെറിയുക, അതിന് പിന്നെ നടക്കാൻ വയ്യാതെ പോകും ആ നായക്ക്. ആ നായ ഇങ്ങനെ കൊച്ചി കൊച്ചി നടക്കുക, എവിടെ കിടക്കുക ചെയ്യുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുക. അങ്ങനെ ഒരുത്തനുണ്ടെന്ന് വിചാരിച്ചിട്ട് പോലീസ് പിടിക്കൊന്നുമില്ല. പിടിച്ചാൽ വക്കീലിനെ വെച്ചിട്ട് പറഞ്ഞാൽ മതിയല്ലോ, തെളിവുണ്ടോ, നിങ്ങളാണോ കല്ലെറിഞ്ഞത്, അയാളെ എറിഞ്ഞുള്ള തെളിവ് എന്താന്ന് വെച്ചാൽ ഒക്കെ വിടും. അഹിംസ എന്നുള്ളത് യമത്തിൽ വരും. സത്യം, എല്ലാവർക്കും സത്യം എന്താ അറിയാം. നമുക്ക് സത്യം ഇഷ്ടമല്ല. ഒരു മറുവശമുണ്ട്, അതാലോചിക്കണം. പക്ഷേ പ്രൊവൈഡഡ് ഏത് കാര്യത്തിനും സത്യത്തിന് മാറിയിട്ട് അതൊക്കെ തന്നെ സംഭവിച്ചു. ഒരിക്കലും മനുഷ്യനെ കൊല്ലരുത്. പക്ഷേ പ്രൊവൈഡർ തുടങ്ങി. സത്യത്തിന് ഒരു മുഖമേ ഉള്ളൂ, സാക്ഷിക്ക് ഒരൊറ്റ മുഖമേ ഉള്ളൂ. 5 പേരെങ്ങനെ 5 കാര്യം പറയാം? ഈ സത്യം എന്നുള്ളത് ജീവിതത്തിൽ വേണം. അസ്തേയം, അന്യന്റെ മുതൽ കാക്ഷിക്കാതിരിക്കും. പ്രകൃതിയുടെ മുതലാണ് നാം ഉപയോഗിക്കുന്ന മുഴുവൻ. ഒരർത്ഥത്തിൽ അന്യന്റെ മുതലാണ്. അതേ സമയത്തൊരു കാര്യമുണ്ട്, ഇത് അറിയുന്നു, നമ്മൾ ആദരിക്കുന്നു, പ്രകൃതിയെ സ്നേഹിക്കുന്നു. അനവധി ഘടകങ്ങൾ യമത്തിൽ വരും. അത് നിയന്ത്രിക്കുന്ന ദേവതയാണ് യമൻ. ഇക്കാരണം കൊണ്ടാണ് ആ യമൻ ഒരു ദേവതയായിട്ട് വരുമ്പോ നമ്മൾ യമനും കാലനും ഒന്നാണെന്നും, കാലൻ എന്ന് പറഞ്ഞാൽ കാലമാണ്, സമയം കഴിഞ്ഞു എന്നാണ് അർത്ഥം.
ഈ ചെറുവിളയ്ക്ക് ഇത്ര പരിശുദ്ധിയും അതിന്റെ ഇലയ്ക്ക് ഇത്ര പ്രത്യേകതയും ഉണ്ടാവാൻ കാരണം. ഇക്കാരണം കൊണ്ട് തന്നെ ചെറുവിള തിളപ്പിച്ച വെള്ളം കുടിക്കണം. ഏത് രീതിയിലും ചെറുവിള ഉപയോഗിക്കാം. ഇന്ന രീതിയിലാവാമോ, എത്ര ഉപയോഗിക്കാം, ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഭഗവത്ഗീതയിലത്തെ 12ാമത്തെ അധ്യായം എന്ന് വായിച്ചതിന് ശേഷം നിങ്ങൾ മുന്തിരി നിന്നോളൂ എന്നൊരു ഗുരു പറഞ്ഞു. ഒരൊറ്റ സംശയം കുട്ടികൾക്കുള്ളൂ, എത്ര മുന്തിരി തിന്നാന്ന്, ബാക്കിയൊന്നും അറിയണ്ട. അതുപോലെ ചെറുവിളയെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി അത് വെള്ളത്തിലിടാം, മിക്സിയിലടിച്ച് കഴിക്കാം. ഞാൻ വളരെ കാലമായിട്ടത് കഴിക്കുന്നുണ്ട്. ചിലവർ എനിക്ക് കുറച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, എന്താ സാധനം എന്ന് മനസ്സിലായി. അത് മനസ്സിലായോണ്ട് കാര്യമില്ല, അറിയേണ്ട രീതിയിൽ അറിയണം. ചെറുവിള മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ളതിന് ഗുണമുണ്ട്. ഈ ദേവത വൃക്ഷങ്ങളുടെ പോലെ ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി ഏത് ദേവതയാണ് മനസ്സിലുള്ളതിന്റെ ചുരുക്കമാണ് ആരിപ്പം എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താണ് അലസത? ഒരു ദേവതയാണ്. മൂഡൌട്ട് ഒരു ദേവത ആണ്. ഒന്നും ചെയ്യാൻ തോന്നില്ല, രാവിലെ എണീറ്റു, എനിക്ക് എന്തോ ഒരു ശരിയല്ല. ഇത് ഒരു ഭാവമാണ്. ഞാൻ കാണുന്ന വ്യക്തികളൊക്കെ അവരുടെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാവും എന്താണ് ദേവത. വൃക്ഷങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് ആ വൃക്ഷങ്ങളെ കുറിച്ചിട്ട് വേറെ എപ്പോഴെങ്കിലും പലപ്പോഴായിട്ട് ഞാൻ പറയുന്നതാണ്. ഒന്ന് മാത്രം വിശദീകരിച്ചാൽ തീരില്ല. മാവും പ്ലാവും ഒക്കെ ഇതിൽ വരും, കാഞ്ഞീരവും ഒക്കെ വരും. വേറെ ദിവസം പറയാമെന്ന് പറഞ്ഞ് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.